തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരത്ത് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽക്കേ കരുതലോടെയാണ് മൂന്ന് മുന്നണികളും നീങ്ങിയത്. അധ്യാപകരും മാധ്യമപ്രവർത്തകരും ആശാപ്രവർത്തകയും ടെക്കിയും കലാകാരന്മാരും കായിക താരവുമൊക്കെ സ്ഥാനാർത്ഥി പട്ടികകളിൽ ഇടം നേടി. തിരുവനന്തപുരത്തെ മുന്നണികളുടെ സാധ്യതകളും മികച്ച മത്സരം പ്രതീക്ഷിക്കുന്ന വാർഡുകളും നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ മൂന്ന് മുന്നണികളുടെയും രാഷ്ട്രീയ പരീക്ഷണശാലയായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്കും വേണ്ട ഒരുക്കങ്ങളായിരിക്കും ഇത്തവണ മൂന്ന് മുന്നണികളും പരീക്ഷിക്കുക. LDF നിലനിർത്താനും BJPക്ക് പിടിച്ചെടുക്കാനും UDF നിലനിൽക്കാനും ഇത്തവണ വിജയം അനിവാര്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ രംഗത്തിറക്കി ഭരണം നടത്തി വലിയ വിജയമായെന്നാണ് LDF അവകാശപ്പെടുന്നത്. പക്ഷേ ഒരുപാട് വിവാദങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾ തിരിച്ചടിയാവുമോ എന്നൊരു ഭയവുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഒരുപക്ഷെ തൃശ്ശൂരേക്കാൾ വളരെ ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് BJPക്ക് തിരുവനന്തപുരം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടുന്ന 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത ചരിത്രം BJPക്ക് 2 തവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഈ വിജയങ്ങൾ നിലനിർത്തണമെങ്കിൽ ഈ കോർപ്പറേഷൻ പിരിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. 2010 42 വാർഡുകൾ ജയിച്ച UDF 2015 21 ചുരുങ്ങി. 2020 ആയപ്പോൾ അത് 10 ഒതുങ്ങി. ഏറ്റവും വലിയ തകർച്ചയാണ് ഈ വർഷങ്ങൾ കൊണ്ട് UDF നേരിട്ടത്. ഇതിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് UDF കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അടുത്ത തവണ ഈ മണ്ഡലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെട്ട 4 മണ്ഡലങ്ങൾ നേടുക എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് K. മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇറങ്ങി നേരത്തെ തന്നെ കോർപ്പറേഷൻ ഇലക്ഷന് നേതൃത്വം കൊടുക്കുകയും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും ചെയ്യുന്നത്. LDF സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തിരുവനന്തപുരം കോർപ്പറേഷൻ, 4 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത്, 58ഓളം പഞ്ചായത്തുകൾ, 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇതെല്ലാം അതായത് ഭൂരിപക്ഷവും ഒരു മൃഗീയ ഭൂരിപക്ഷം തിരുവനന്തപുരം ജില്ലയിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് LDF ആണ്. ഇതിലൊരു പ്രധാന വെല്ലുവിളി UDF എന്ന പോലെ BJPയും തിരുവനന്തപുരത്തൊരു ശക്തിയാണ്. 2 പഞ്ചായത്തുകളാണ് ഇപ്പോൾ BJPയുടെ കൈവശം. അതൊരു ചെറിയ നറുക്കെടുപ്പിലൂടെയൊക്കെ ആണെങ്കിൽ പോലും അതിൽ കൂടുതൽ സാധ്യത എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ശക്തി BJP ഓരോ തെരഞ്ഞെടുപ്പിലും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്ത് ഒരു പക്ഷേ LDF തന്നെ നിലനിർത്താൻ കഴിഞ്ഞേക്കാം. ബ്ലോക്ക് പഞ്ചായത്തുകൾ വലിയ വെല്ലുവിളി ഉണ്ടാവില്ല. പക്ഷേ നഗരസഭകളും കോർപ്പറേഷനുകളുമാണ് BJP ഏറ്റവും വലിയ വെല്ലുവിളി LDF ഉയർത്തുന്നത്. UDF തിരിച്ചുവരവും LDF ബാധിക്കുന്നുണ്ട്. തീരദേശ വാർഡുകളിൽ എല്ലാ കാലവും UDF നിലനിർത്തിയിരുന്ന തീരദേശ വാർഡുകളിൽ LDF ഉണ്ടാക്കിയ കടന്നുകയറ്റമാണ് കഴിഞ്ഞ തവണ UDF 10 വാർഡുകളിലേക്ക് തകർത്തത്. BJPയെ സംബന്ധിച്ച് 35 വാർഡുകൾ 2015 ജയിച്ച BJP 2020 ഈ 35 വാർഡുകൾ തന്നെയാണ് ജയിച്ചത്. പക്ഷേ ഈ വാർഡുകൾ ജയിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 15 അവരുടെ കൈവശം ഉണ്ടായിരുന്ന 11 വാർഡുകൾ നഷ്ടമായി. അതിന് പകരം 11 വാർഡുകൾ പിടിച്ചുകൊണ്ടാണ് BJP തിരിച്ചു വന്നത്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള 46 വാർഡുകൾ ഇപ്പോഴും BJPയുടെ കൈവശമുണ്ട്. ഈ വാർഡുകൾ ജയിച്ചു വന്നാൽ നിലവിലെ അവസ്ഥ വെച്ചിട്ട് 45-നും 40-നും ഇടയ്ക്ക് വാർഡുകൾ പിടിക്കുന്ന ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാം. BJP ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വല്ലാത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ആനന്ദ് K. തമ്പിയുടെ മരണം, നെടുമങ്ങാട് മറ്റൊരു സ്ഥാനാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്, അതിന് തൊട്ട് മുമ്പ് BJPയുടെ കോർപ്പറേഷൻ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ ഒരു പോരാളി എന്ന് പറയാവുന്ന തിരുമല അനിലിൻ്റെ മരണം അല്ലെങ്കിൽ ആത്മഹത്യ, അതുപോലെ തന്നെ മുൻ വക്താവ് MS കുമാറിൻ്റെ ട്രാവൻകൂർ സഹകരണ സംഘം അതിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇതെല്ലാം BJPയെ പ്രതിക്കൂട്ടിലാക്കിയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവരുടെ ജനറൽ സെക്രട്ടറി, അതായത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ S. സുരേഷ് വീണ്ടും ആരോപണങ്ങളിൽ അല്ലെങ്കിൽ വീണ്ടും ഈ സഹകരണ സംഘ ആരോപണങ്ങളിൽ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളികളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ചും BJPക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ണ് മാഫിയ എന്നുള്ള മരിച്ചുപോയ ആനന്ദിൻ്റെ ആരോപണം, ഒരു കാപ്പ കേസിലെ പ്രതി സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതൊക്കെ BJPയെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ BJPയെ പ്രതിക്കൂട്ടിലോ പ്രതിരോധത്തിലോ ആക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് ശക്തമായി അവരുടെ ഒരു സംവിധാനം, RSS നയിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ ജില്ലയിൽ വേറെ എവിടെയൊക്കെയാണ്, എത്ര പഞ്ചായത്തുകൾ BJP പിടിച്ചെടുക്കും, ഏതെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് വിജയിച്ച് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാരണം അത്രത്തോളം വളർച്ച പല പഞ്ചായത്തുകളിലുണ്ടായിട്ടുണ്ട്. 1-2 സീറ്റുകൾക്കൊക്കെയാണ് ഈ പലയിടത്തും BJP പ്രതിപക്ഷമായി നിൽക്കുന്നത്. ഈ BJPയുടെ ഈ വളർച്ച
തിരുവനന്തപുരത്ത് ആരെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. LDFനെയോ UDF അതിൻ്റെ ഒരു പ്രതിരോധം തീർത്ത് BJPയുടെ വളർച്ച പലപ്പോഴും UDFനെയാണ് പ്രതിരോധത്തിലാക്കുന്നെങ്കിൽ പോലും LDFനെയും പലയിടത്തും പ്രതിരോധിക്കുന്ന തരത്തിലേക്കാണ് BJP തിരുവനന്തപുരത്ത് വളരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വ്യത്യസ്തരും ശക്തരുമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് BJP രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രീലേഖ, മുൻ IPS ഉദ്യോഗസ്ഥ, ശാസ്തമംഗലം വാർഡ് പോലെ ഒരു വാർഡിൽ അവർ ജയിച്ചു വരാൻ വളരെ സാധ്യത ഉള്ളതാണ്. അതുപോലെ പത്മിനി തോമസ്, മുൻ കായിക താരമാണ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ്, പിന്നെ റെയിൽവേ ഉദ്യോഗസ്ഥയായിരുന്നു, പാളയം പോലൊരു വാർഡിലാണ് മത്സരിക്കുന്നത്. പിന്നെ അവരുടെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന VV രാജേഷിനെ മത്സരത്തിന് ഇറക്കുന്നുണ്ട്. ഒരു മേയറാവാൻ സാധ്യതയുള്ള പിന്നെ ആളാണ്. ഈ 3 പേരെ അവർ മേയറായി പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷങ്ങളായി 1, 2, 3 തവണ മത്സരിച്ച് പിന്നെ ജനങ്ങളുടെ ഇടയിൽ വളരെ പരിചയമുള്ള ഒരു വലിയ നിരയും അവർ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അശോക് കുമാർ സാർ എന്ന് പറയുന്നത് എല്ലാവരും അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഗം മൊത്തം അറിയപ്പെടുന്നൊരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കരമനാജിത്ത്, MR ഗോപൻ തുടങ്ങി ഒരു വലിയ പരിചയസമ്പന്നരുടെ നിരയും BJP രംഗത്തെത്തിച്ചിട്ടുണ്ട്. സാധാരണ കോൺഗ്രസ്സിന് ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു പടി മുന്നിൽ മത്സരത്തിനിറങ്ങിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ആണ്. UDF എന്ന് മാത്രമല്ല, ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പകുതിയോളേറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിൽ മേയർ സ്ഥാനാർത്ഥിയായി K ശബരിനാഥൻ എന്ന് പറയുന്ന മുൻ MLA കൊണ്ടുവന്നു. അതുതന്നെ UDFൻ്റെ ഒരു ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു. അതിന് പിന്നാലെ മറ്റ് 2 കക്ഷികളും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപിച്ചു, മത്സരരംഗത്തിറങ്ങി, നേരത്തെ പ്രചരണം തുടങ്ങി. എന്ന് മാത്രമല്ല, UDFന് ആ മുൻതൂക്കത്തിൽ വലിയൊരു നേട്ടം കൂടിയായി മാറിയതാണ് വൈഷ്ണയുടെ ഇഷ്യൂ. വൈഷ്ണയുടെ വോട്ട് വെട്ടാൻ ആസൂത്രിതമായി ശ്രമം നടന്നു എന്ന തരത്തിൽ അടക്കം കമ്മീഷൻ കണ്ടെത്തിയതോടുകൂടി ആ UDFൻ്റെ മേൽക്കൈ വളരെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു UDFനെ പേടിക്കുന്നുവെന്നും UDFനെ പിന്നെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു യുവ സ്ഥാനാർത്ഥിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് മൊത്തത്തിൽ UDFന് അനുകൂല തരംഗമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് കാണേണ്ടത്. ഇപ്പോൾ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകൾ പറഞ്ഞാൽ ആദ്യം പറയേണ്ടി വരുന്നത് മുട്ടട തന്നെയായിരിക്കും. മുട്ടട എന്ന് പറയുന്നത് CPMൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ മേയർ ചന്ദ്രിക അടക്കമുള്ളവർ ജയിച്ചു വന്നതാണ്. അവിടെ ഏറെക്കാലമായി CPM ആണ് ജയിക്കുന്നത്. കഴിഞ്ഞ തവണ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വോട്ട് UDFന് എത്താനെങ്കിലും പറ്റിയ റിബലൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ ഇത്തവണ അവിടെ നടക്കുന്ന മത്സരം പ്രവചനാതീതം തന്നെയാണ്. അവരുടെ ശക്തനായ CPMൻ്റെ ശക്തനായ യുവ നേതാവ് അംശു വാമദേവനെയാണ് CPM അവിടെ നിയോഗിച്ചിട്ടുള്ളത്. പകരം വന്നിട്ടുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വൈഷ്ണ എന്ന് പറയുന്ന യുവ രക്തമാണ് UDFൻ്റെ. ഇത്രയും വാദങ്ങളുണ്ടാക്കി വൈഷ്ണയുടെ വോട്ട് തട്ടാൻ വളരെ ആസൂത്രിതമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരടക്കം ശ്രമിച്ചു. CPMൻ്റെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, മേയറുടെ നിർദ്ദേശപ്രകാരം എന്നുള്ള ആരോപണങ്ങൾ UDF ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം മറികടന്നാണ് അവസാനം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വൈഷ്ണ എത്തുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പിന്നെ മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ള മേയർ കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ്. ഈ മേയർ കാൻഡിഡേറ്റ്സ് ഇറങ്ങിയ എല്ലാ വാർഡുകളും ഒരിക്കലും ഒരു ശക്തി കേന്ദ്രങ്ങളാണെന്ന് പറയാൻ പറ്റില്ല, സുരക്ഷിത കേന്ദ്രങ്ങളാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശബരിനാഥൻ്റെ വാർഡിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ കവടിയാറിലാണ് മത്സരിക്കുന്നത്. കവടിയാർ UDFൻ്റെ സിറ്റിംഗ് വാർഡാണെന്ന് പറയാമെങ്കിലും കഴിഞ്ഞ തവണ ഒരു വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിച്ചത്. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഇത് CPM പിടിച്ചെടുത്തിട്ടുള്ള വാർഡുമാണ്, CPMൻ്റെ കയ്യിലുണ്ടായിരുന്ന വാർഡാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്നത് വളരെ ശക്തമായ ത്രികോണ മത്സരമാണ്. ഈ ശബരിനാഥിനെതിരെ BJP ഇറക്കിയിരിക്കുന്നത് 2 തവണ 2 വാർഡുകൾ അവർ പിടിച്ചെടുക്കാൻ നിയോഗിച്ച മൗസൂനൻ നായർ എന്ന് പറയുന്ന അവരുടെ ഒരു മുൻ കൗൺസിലറെയാണ്. ഈ ജയൻ ബാബുവിനെ മേയർ കാൻഡിഡേറ്റ് ആയിരുന്ന, അല്ലെങ്കിൽ 2015 മേയർ കാൻഡിഡേറ്റ് ആയിരുന്ന ജയൻ ബാബുവിനെ ശക്തമായ ഇതിൽ അട്ടിമറിച്ചുകൊണ്ടാണ് മൗസൂനൻ നായർ ആദ്യം പാങ്ങോട് വാർഡിൽ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ് ശാസ്തമംഗലം വാർഡും അദ്ദേഹം CPMൽ നിന്ന് പിടിച്ചെടുത്തു. 3ാമത്തെ ഇതിലാണ് ശബരിക്കെതിരെ എത്തുന്നത്. ഈ സുനിൽകുമാർ എന്ന് പറയുന്ന പിന്നെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് മുൻപ് അവിടെ നിന്ന് ജയിച്ച ആ വാർഡിൽ വളരെ ബന്ധങ്ങളുള്ള ഒരു നേതാവാണ്. അത് മുൻ മേയറായിരുന്ന ഒരു മേയർ ഗോപാലപിള്ള എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. വലിയ ഒരു കുടുംബ ബന്ധു സുനിൽകുമാർ അവിടെയുണ്ട്. സമാനമാണ് LDF ചാലയിൽ ഇറക്കിയിരിക്കുന്ന SA സുന്ദർ എന്ന് പറയുന്നത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവരുടെ ശക്തനായ ചാല മേഖലയിലെ ഏറ്റവും ശക്തനായ നേതാവാണ്. പഴയ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം നേരത്തെ മത്സരിച്ച് ജയിച്ച ആളുമാണ്. ചാലയിൽ അദ്ദേഹം ഇത്തവണ മത്സരത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിന് നേടാനെത്തുന്നത് BJPയുടെ SKP രമേശ് എന്ന് പറയുന്ന പിന്നെ ഒരു നേതാവാണ്. അദ്ദേഹം CPMൽ നിന്ന് ഈ ചാല തിരിച്ചു പിടിച്ച ആളാണ്. 2 വർഷം കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ CPMൽ നിന്ന് ചാല തിരിച്ചു പിടിച്ചു. അത് കഴിഞ്ഞ തവണയും അവിടെ BJP തന്നെ ജയിച്ചു. ഇത്തവണ ഈ സുന്ദറിനെ CPM ഈ മേയർ കാൻഡിഡേറ്റ് എന്ന നിലയിൽ മാത്രമല്ല, ചാല എന്ന് പറയുന്ന അവരുടെ പഴയ ശക്തി കേന്ദ്രം തിരിച്ചു പിടിക്കാൻ കൂടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ UDF നിയോഗിച്ചിരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ കരമന ഹാരിസിനെയാണ്. കരമന ഹാരിസ് യുവരക്തമാണ്. ആ ചില മേഖലകളിൽ, ഈ വാർഡിൽ വരുന്ന ചില മേഖലകളിൽ ലീഗിന് ശക്തമായ സ്വാധീനമുണ്ട്. ഈ മേഖലകളിലെ വോട്ടിൽ കണ്ടുവച്ചിട്ട് തന്നെയാണ് ഒരു യൂത്ത് ലീഗ് നേതാവിനെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ ആരാണ് വിജയിക്കുന്നതെന്നുള്ള പ്രവചനാതീതം തന്നെയാണ്.
കാരണം രണ്ടുപേരും നേരത്തെ ആദ്യം പറഞ്ഞ രണ്ടുപേരും ഈ ചാല വാർഡിൽ ഏറെ ബന്ധങ്ങളുള്ളവരാണ്, ഒന്നിനൊന്ന് പിന്നെ ഒരുമിച്ച് മത്സരിച്ച് നിൽക്കാൻ കഴിവുള്ളവരുമാണ്. ആർ ശ്രീലേഖ IPS, കേരളത്തിലെ മുൻ DGP, കേരളത്തിലെ ആദ്യ വനിതാ IAS ഉദ്യോഗസ്ഥ ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ശാസ്തമംഗലം വാർഡാണ്. ശാസ്തമംഗലം വാർഡിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് ആലോചിക്കാനുമില്ല. BJP മുന്നണി വന്നാൽ ഒരുപക്ഷെ മേയറായ ശ്രീലേഖ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റും. ശ്രീലേഖയ്ക്കെതിരെ പക്ഷേ LDF രംഗത്തിറങ്ങിയത് അമൃത എന്ന് പറയുന്ന യുവ IT പ്രൊഫഷണലാണ്. ആ നാടുമായി ബന്ധമുള്ള ചില കുടുംബ ബന്ധങ്ങളുള്ള അമൃത ശ്രീലേഖ ഉയർന്ന വെല്ലുവിളി ചെറുതല്ല. UDF രംഗത്തിറങ്ങിയത് സരള റാണി എന്ന് പറയുന്ന മുൻ കൗൺസിലർ, ശാസ്തമംഗലം ഗോപൻ്റെ സഹോദരിയും മറ്റൊരു മുൻ കൗൺസിലറായ ദിനേശിൻ്റെ ഭാര്യയുമായ സരള റാണിയാണ്. ഇവരുടെ ബന്ധങ്ങൾ, ഈ രണ്ടുപേരുടെയും ബന്ധങ്ങൾ തീർച്ചയായും UDFന് അനുകൂലമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. CPMൻ്റെ മേയർ കാൻഡിഡേറ്റായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് SP ദീപകിൻ്റെ പേര് തന്നെയാണ്. പേട്ട വാർഡിൽ നിന്നാണ് ദീപക് മത്സരിക്കുന്നത്. പക്ഷേ പേട്ട സ്വദേശിയാണെങ്കിൽ കൂടി ദീപക് അവിടെ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നാണ് ഒരു സത്യം. ദീപകിൻ്റെ എതിരാളി എന്ന് പറയുന്നത് D അനിൽകുമാർ. വർഷങ്ങളായി പേട്ട വാർഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. നേരത്തെ അവിടുത്തെ കൗൺസിലറായിരുന്നു. പ്രാദേശികമായി വളരെ ശക്തമായ ബന്ധമുള്ള ആളുമാണ്. അപ്പോൾ അനിൽകുമാറിൻ്റെ സാന്നിധ്യം അവിടെ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. BJP അപ്രതീക്ഷിതമായി ഇറക്കിയ ഒരു കാൻഡിഡേറ്റാണ് P അശോക് കുമാർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മുതിർന്ന കൗൺസിലറും നേതാവും. ഈ അശോക് കുമാറിന് ഒരു ഭാഗത്താകെ നമ്മുടെ ഈ കിഴക്കേക്കോട്ട, പേട്ട, വഞ്ചൂര് ഈ മേഖലയിലാകെ വലിയ ശിഷ്യസമ്പത്തും സ്വാധീനവുമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് പേട്ടയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പേട്ട പ്രവചനാതീതമാണ്. ഈ ദീപക് മാത്രമല്ല, അശോക് കുമാർ ഒരുപക്ഷെ ജയിച്ചു വന്നാൽ, ഒരു സാധ്യതകൾ പരിഗണിച്ച് വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തെയും മേയറാക്കാവുന്ന ഒരാളാണ് BJP ജയിച്ചു വന്നാൽ. അതുപോലെ തന്നെ UDF ജയിച്ചു വന്നാൽ ഒരു താക്കോൽ സ്ഥാനം തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അടക്കമുള്ള ഏത് സ്ഥാനവും നൽകാൻ പറ്റുന്ന ആളാണ് അനിൽകുമാർ. അനിൽകുമാർ നേരത്തെ പിന്നെ UDFൻ്റെ പ്രതിപക്ഷ UDF കക്ഷി നേതാവായിരുന്നു കോർപ്പറേഷനിൽ. അവരുടെ ശക്തനായ ഒരു പോരാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ശക്തരായ പിന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് പേട്ട. ജില്ലാ പഞ്ചായത്ത് വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഒരു തവണ മാത്രമാണ് UDFന് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് 2010-ലാണ്. അന്ന് രമണി P നായരും മത്സരിത റസലും 2.5 വർഷം വീതം ഭരിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അതൊരു 26 വാർഡ് ഉള്ള ജില്ലാ പഞ്ചായത്തിൽ അന്നൊരു 2 വാർഡിൻ്റെ മുൻതൂക്കമാണ് UDFനുണ്ടായിരുന്നത്. അതിനു മുമ്പും അതിന് ശേഷവും എല്ലാ കാലവും ഒരു 3-1 ഭൂരിപക്ഷം അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തിൽ LDF തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. ഇത്തവണ പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് UDF. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും അത്തരം പുതിയ പരീക്ഷണങ്ങൾ, ഒരു ട്രാൻസ്ജെൻഡർ വനിതയെ മത്സരിപ്പിക്കുന്നു, അതുപോലെ അവരുടെ മുതിർന്ന നേതാക്കൾ മത്സരിപ്പിക്കുന്നു. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ അടക്കം രംഗത്തിറക്കി UDF ഒരു ശക്തമായ മത്സരമാണ് LDFന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അത് ഇനി കഴിഞ്ഞ 2010 ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിധി വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. തിരുവനന്തപുരം ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ 52 എണ്ണവും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFനൊപ്പമായിരുന്നു. 19 എണ്ണം മാത്രമാണ് UDFനുണ്ടായിരുന്നത്. 2 എണ്ണം BJPയോടൊപ്പം നിന്നു. അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ബ്ലോക്ക് പഞ്ചായത്തും LDFനൊപ്പം തന്നെയായിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തോട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് LDF നേടിയത്. ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോൾ 26 ഡിവിഷനിൽ 21 എണ്ണം LDFനൊപ്പവും 5 എണ്ണം UDFനുമായിരുന്നു. ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇത് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് LDF പുലർത്തുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ BJPയുടെ മുന്നേറ്റം നമുക്ക് പ്രവചിക്കാനാവാത്തത് തന്നെ ഉണ്ടാവും. UDFും തീരദേശ പഞ്ചായത്തുകളടക്കം ചില സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനും ഉള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പഞ്ചായത്തുകൾ ഈ മുൻതൂക്കം നിലനിർത്താനാവും തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. വലിയൊരു അട്ടിമറി ഉണ്ടാവില്ല എന്നും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ BJPയുടെ മുന്നേറ്റം നമുക്ക് പ്രവചിക്കാനാവില്ല. UDF അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചു വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.